ഒഫീഷ്യൽ പെണ്ണ് കാണലൊക്കെ നടത്തിയിരുന്നു ചേച്ചി? പെണ്ണുകൾ നടത്തിയില്ലേ? നിന്റെ വീട്ടിൽ വന്നില്ലേ? പെണ്ണ് കാണലായിട്ടല്ല, കണ്ടോ ചേച്ചി മറന്നു. പെണ്ണുകാണല്ലേ പിന്നെ വേറെ ആരൊക്കെ മുത്തശ്ശി കാണാവുന്ന ഞാൻ ചേട്ടാ ചേച്ചി മറന്നു. പെണ്ണ് കാണാൻ മുത്തശ്ശി കാണാം. നിന്ന് മനസ്സിലായില്ല എന്ത് സംഭവം. ഒഫീഷ്യൽ പെണ്ണ് ഫുൾ ഫാമിലി ആയിട്ട് അങ്ങനെ അല്ല അതാണ് അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച പെണ്ണ് കാണൽ തന്നെയാ. ഒഫീഷ്യൽ ലവ് മാരേജ് ആകുമ്പോ എല്ലാരും പെണ്ണ് കാണൽ ഒരു ആഗ്രഹമായിട്ട് വെക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അച്ഛനും ചേട്ടനും കുഞ്ചും അച്ഛൻ്റെ ഒരു കൂട്ടുകാരനും കൂടി വന്നു. അവര് വന്നിട്ട് കഴിഞ്ഞ ഓണത്തിന് അതിന്റെ 2 വർഷം മുമ്പത്തെ ഓണത്തിന് തിരുവോണം കഴിഞ്ഞ അടുത്ത ദിവസം അപ്പൊ അവര് വന്നു. അങ്ങനെയൊന്നും വന്നില്ല, എന്നാലും ചുമ്മാ ചായയൊക്കെ അവിടെ വെച്ചു, ടേബിള് വെച്ചു, സ്നാക്സും പലഹാരങ്ങളും വിളിച്ചു. ചായ, കട്ട്ലേറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ കൊടുത്തു. അപ്പൊ അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണാം. പ്രേമിന്റെ അച്ഛൻ, അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണ്, എല്ലാവർക്കും അറിയാം, ജേക്കബ് ജോർജ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പൊ ഞാനിങ്ങനെ വെച്ചു, ഇത്രയും വലിയ ജേർണലിസ്റ്റ്, ഇന്നത്തെ പേപ്പർ പോലും ഞാൻ വായിച്ചില്ലല്ലോ, ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. ഞാൻ ഇങ്ങനെ ബാക്കിൽ കൊന്നു. അപ്പൊ എന്റെ അമ്മയെ ഞാനും പേപ്പർ വായിച്ചില്ല, ആരും പേപ്പർ വായിച്ചില്ല. പക്ഷെ ആകാശം അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെന്തൊക്കെയോ അച്ഛനോട് അച്ഛക്കാര്യം മറിച്ച കാര്യമൊക്കെ, ഞാൻ പറഞ്ഞു രക്ഷപ്പെട്ടു, ആരെങ്കിലും വിവരമുള്ള സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പോഴും ബാച്ചന്റെ അടുത്ത്, ബാച്ചൻ എന്നാണ് വിളിക്കണേ. അപ്പൊ ബാച്ചൻ, ഇവരെല്ലാരും അങ്ങനെ വിളിക്കണേ. അപ്പൊ ഇപ്പോഴും അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ പേടിയാണ്. വെച്ചാൽ എന്തെങ്കിലും ജനറൽ നോളജ് ചോദിച്ചാൽ ഞാൻ പെടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പോയിട്ട് മിണ്ടാതെ പോയിട്ട്, അച്ഛാ ചായ, അച്ഛാ ഇത്, അച്ഛാ വരൂ, അച്ഛാ ഇരിക്കൂ, അത്രേ ഉള്ളൂ. നോക്കൂ ഇപ്പോഴും അത്രേ ഉള്ളൂ അച്ഛൻ്റെ അടുത്ത്. കാരണം എനിക്ക് എന്തെങ്കിലും നമ്മളോട് കുറച്ചൊരു ബുദ്ധിപരമായിട്ട് ചോദിച്ചാൽ ഞാൻ പെടും. പക്ഷെ എൻ്റെ അനിയനും അവരൊക്കെ വരുമ്പോൾ അവരൊക്കെ ഭയങ്കര കൂളായിട്ട് സംസാരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കും പേടിയില്ല? ഞങ്ങൾ എന്തിനാ പേടിക്കണം? ഞങ്ങൾ എല്ലാത്തിനെ കുറിച്ച് നോളജ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ ബാച്ചൻ ആദ്യം വന്നപ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു, എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷെ അദ്ദേഹം വന്നു കൂളായിട്ട്, നമുക്ക് കല്യാണമൊക്കെ നിങ്ങൾ ആലോചിക്കൂ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്താണോ, സ്വാസികയുടെ അച്ഛൻ പുറത്താണല്ലോ, അപ്പൊ അച്ഛൻ വരട്ടെ, നിങ്ങൾ എന്താണോ തീരുമാനിക്കുക അത് അറിയിക്കൂ, അതനുസരിച്ച് ഞങ്ങൾ പറയാം. അപ്പൊ ഞാൻ ഓക്കെ, സോ സിമ്പിൾ, കല്യാണം ഇത്ര. ഞങ്ങൾ മറ്റേ അടി കുത്തും ബഹളമൊക്കെ പ്രതീക്ഷിച്ചിരിക്കണേ. അപ്പൊ ആ പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അധികം വൈകിച്ചില്ല. വിത്തിൻ 1 ഇയർ നമ്മള് കല്യാണം.